Namaste viewers, welcome back to my new video. In 19th December ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പെർഫോമൻസ് ടോപ്പ് പെർഫോമൻസ് ആണ്. ടാറ്റ മോട്ടോഴ്സിന്റെ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഇൻട്രാഡേ 5 മിനിറ്റിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ടൈം 2:25 ആണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് 744.90 ഈ വരുന്നതാണ് റിയൽ ടൈം മാർക്കറ്റ് വാല്യൂ. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സിഗ്നൽസ് കാണിച്ചിരുന്നതാണ്. ഇത് ലൈവ് മാർക്കറ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. കോളർ വാട്സ്ആപ്പ് സെയിം നമ്പർ തന്നെയാണ്. ഡയറക്റ്റ് ഓഫീസ് ആണെങ്കിൽ ഓഫീസ് വരാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് ടോട്ടൽ 2 സിഗ്നലാണ് കിട്ടിയിരിക്കുന്നത്. ലാസ്റ്റ് സിഗ്നൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് സിഗ്നൽ വന്നിരിക്കുന്നത് 12:45 സിഗ്നൽ വന്നിരിക്കുന്നത് സെല്ലാണ്. ഈ റെഡ് ഡൗൺ ആരോ സെൽ സിഗ്നലാണ്, ഗ്രീൻ വരുന്ന ബൈ ആണ്. സിഗ്നൽ എല്ലാം ഓട്ടോമാറ്റിക്കാണ്. സിഗ്നൽ വരുമ്പോൾ തന്നെ നമുക്കൊരു ഇതുപോലെ അലേർട്ട് മെസ്സേജും വരും. ഏറ്റവും മേഖല അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് എഴുതി കാണിക്കും. അപ്പോൾ നമുക്ക് സെൽ സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് വയ്ക്കുന്ന സെല്ല് എടുക്കുമ്പോൾ 12:45 വന്ന സെല്ല് 748.30 കിട്ടിയത്. അപ്പോൾ നമുക്ക് സിഗ്നൽ വരുമ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്ന മുന്നായിട്ട് അത് കൺഫേം ആണെന്ന് നോക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സെൽ സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കൺഫർമേഷൻ സെൽ ആരോ വന്ന ശേഷം അതിൻ്റെ താഴത്തെ ബാറിൽ ഇതുപോലെ തന്നെ റെഡ് കളറിലോട്ട് വരണം. അതുപോലെ പ്രൈസ് എന്ന് പറയുന്നത് സെൽ സോൺ ആയിരിക്കണേ. അപ്പോൾ രണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഇപ്പം ടാർഗറ്റ് എല്ലാം വന്നിട്ടുണ്ട്. 3 ടാർഗറ്റ് വന്ന ശേഷം ഇപ്പോഴും ഇത് ഡൗൺ ട്രെൻഡിൽ തന്നെയാണ്. സിഗ്നൽ വരുമ്പോൾ തന്നെ ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് എല്ലാം ഡിസ്പ്ലേ വരും. 3 ടാർഗറ്റും ഉണ്ട്, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ആണ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഈ ഒരു സെൽ സിഗ്നൽ ഓൾറെഡി ടാർഗറ്റ് അടിച്ച ശേഷം ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ ഒരു ബ്ലൂ സ്റ്റാറിൽ അത് സപ്പോർട്ടാണ്. സപ്പോർട്ടിനെ ബ്രേക്ക് ആണെങ്കിൽ എഗെയിൻ ഇവിടുന്ന് മാർക്കറ്റ് ഇറങ്ങുക തന്നെ ചെയ്യുക. അപ്പോൾ ഈ ഒരു ട്രേഡിൽ നമുക്ക് ആ ഒരു പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അതിന് മുമ്പ് നോക്കുകയാണെങ്കിൽ അത് നമുക്കൊരു ബൈ സിഗ്നൽ ആയിരുന്നു രാവിലെ വന്ന. ആ ബൈയിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബൈ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വന്നിരിക്കുന്നത് നമുക്ക് ഏത് ക്യാനിലാണ് സിഗ്നൽ വരുന്നത് അതിന് വെരി നെക്സ്റ്റ് ക്യാനിലാണ് നമുക്ക് എൻട്രി എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ബൈയുടെ എൻട്രി എന്ന് പറയുമ്പോഴത്തേക്ക് ബൈ വന്നിരിക്കുന്നതിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 752.45 നമുക്ക് ആ ബൈ വന്ന്. അതിനുശേഷം മാർക്കറ്റ് കയറിയിരിക്കുന്നത് വെച്ചാൽ ഹൈ പോയിരിക്കുന്ന 755.80 വരെ പോയിട്ടുണ്ട്. 755.75 വരെ പോയിട്ടുണ്ട്. അതിന് ശേഷമാണ് മാർക്കറ്റ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രേഡ് വന്നിരിക്കുന്നത് 752 നിന്നാണ്. 52 നിന്ന് 755.75 വരെ, അതായത് 3 ടാർഗറ്റ് അടിച്ചിട്ടില്ല. അതിന് മുമ്പ് റിവേഴ്സ് പോയായിരുന്നു. ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം മാർക്കറ്റ് റിവേഴ്സ് പോയി നമുക്ക് സെല്ല് വന്നതിനകത്ത് 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സോഫ്റ്റ്വെയറിന് 100% അല്ല, ഒരു 80 to 90% കൺഫേം നമുക്ക് ആക്യുറസി ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് സ്വയം ടെസ്റ്റ് ചെയ്യാവുന്നതാണ് പെർഫോമൻസ്. അപ്പം ലൈവിലൊരു ഡെമോൺസ്ട്രേഷൻ ഫ്രീ ആയിട്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.